എൻ്റെ പേര് ആസാദ് എന്നാണ്. ഞാനിപ്പോൾ ഉള്ളത് തുർക്കി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഇതിലാണ് ഉള്ളത്. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുടിയുടെ ഇത് ചെയ്തത് ഫ്രണ്ടിലെ പോർഷൻ എൻ്റെ പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നതാണ്. ഈ തവണ ഞാൻ രണ്ടാമത് സിറ്റ് ചെയ്യാൻ വന്നേക്കാൻ എൻ്റെ ബാക്കിലെ പോർഷൻ കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആദ്യം ചെയ്യുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. കൂട്ടുകാരോടൊക്കെ കുറേ ചോദിച്ചപ്പോൾ പിന്നെയാണ് ഇവിടെ വന്ന് കറക്റ്റ് ചെയ്തത്. തുർക്കിയിൽ വന്നേ പിന്നെ അവർ പേടിയും മാറ്റി തന്ന് നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് തന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൻ്റെ ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ വീണ്ടും വന്നത്. എൻ്റെ റിസൾട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻ്റെ പക്കയായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഞാനിപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യുന്ന പ്രൊസീജിയറിലേക്ക് പോകാം. നമുക്ക് നോർമലിൽ വരുമ്പോഴൊരു തോന്നലുണ്ടാവും, ഇവിടെ വന്ന് കഴിയുമ്പോൾ വെറുതെ ഓടി വന്ന് നടയാണ്, അവർ വെറുതെ നട്ട് വിടുകയാണെന്നുള്ള ഒരു തോന്നൽ നമുക്ക് പലവർക്കും ഉണ്ട്. ഞാൻ ആദ്യം വരുമ്പോൾ എനിക്കുണ്ടായിരുന്നതാണ്. അതിന് ഏറ്റവും വലിയ ഇത് നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ BP ചെക്ക് ചെയ്യുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, നമ്മുടെ ടെസ്റ്റ് ഡോസ് ചെയ്യും, പിന്നെ ECG എടുത്ത് നോക്കും. എല്ലാം കറക്റ്റ് ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് ഓരോ ട്രീറ്റ്മെന്റിലേക്ക് അവർ കടത്തി വിടുന്നത്. അല്ലാണ്ട് നേരെ വന്ന വഴി ആരെങ്കിലും കിട്ടിയത് വന്നവരെയൊക്കെ ചെയ്ത് വിടും അങ്ങനെയല്ല. എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടും എല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് അവർ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തു തരുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്കിപ്പോൾ വരുമ്പോൾ പേടിയില്ല. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തുകൊണ്ട് തന്നെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തത് തന്നെ ഉള്ളത് കൊണ്ട് എനിക്ക് പേടിയില്ലാണ്ട് ഞാൻ വന്ന് ചെയ്യുന്നത്. പുതിയതായിട്ട് വന്നവർക്ക് ഒരു തോന്നലുണ്ടാവും, ഇതെങ്ങനെയാണ്, എന്തോരം പെയിൻ ആണ്, ഇത് ടെസ്റ്റ് ചെയ്യും, ഇത് വല്ല ഇൻഫെക്ഷൻ ആവുമെന്നൊക്കെ ഉള്ളത് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഇവർ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യുന്നത്. ഒക്കെ ആയിട്ട് നോക്കിയിട്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ എൻ്റെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാം കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമായിരിക്കും. ഇത്ര ഉള്ളൂ എൻ്റെ കാര്യം. അതായത് ജസ്റ്റ് കവർ വെച്ചിട്ട് ഒരു ദിവസത്തേക്കുള്ള കവറിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ഏറ്റവും വലിയ കാര്യം ഇവിടുത്തെ പറയാനുള്ള നമുക്ക് ഇവിടുത്തെ സർവീസാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നിർത്തേണ്ട വന്നാലും നിർത്തി തരിക, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത് തരും. നമുക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിലാണ് അത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ എങ്ങും നോക്കിക്കാനുള്ള ക്യാപ്പ് വെച്ച് നടക്കാണ്ട് അത് മാറ്റി നേരെ ഇങ്ങോട്ട് പോകും. ഞാനും ക്യാപ്പ് വെച്ച് നടന്ന ആളാണ്. ഇതില്ലാത്തവർക്ക് അറിയാൻ പറ്റും. മറ്റുള്ളവർ പറയുമ്പോൾ പറയും മുടി പോയാൽ എന്താ കുഴപ്പം. ഉള്ളവർ പറയും, ഞാനും പറഞ്ഞിട്ടുണ്ട്, എനിക്കുള്ള സമയത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പോകുമ്പോഴാണ് അതിൻ്റെ ഫീൽ നമുക്ക് മനസ്സിലാവുന്നത്. ക്യാപ്പ് വെച്ച് നടക്കാൻ തുടങ്ങും എല്ലാവരും. മുടിയില്ലാത്ത ഒട്ടുമിക്ക പിള്ളേരും ചെറുപ്പക്കാരെല്ലാവരും ക്യാപ്പ് വെച്ചായിരിക്കും നടക്കുന്നത്. ക്യാപ്പ് വെക്കണത് ഒരു മറ്റുള്ളവരിൽ നിന്ന് മറക്കണതാണ്. എന്തിനു മറച്ചു വെക്കണം? നിസ്സാര കാര്യത്തിൽ നിസ്സാര പൈസക്ക് നമുക്കിവിടെ ഈ കാര്യം കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് 45 വയസ്സായി. എന്നിട്ടും എൻ്റെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ പ്രാവശ്യം ചെയ്ത് എനിക്ക് കംഫർട്ട് ആയതുകൊണ്ട് ഞാൻ വീണ്ടും വന്ന് ചെയ്തത്. അപ്പോൾ നോക്കി നിൽക്കണ്ട, ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പെട്ടെന്ന് ചെയ്യുക. അതാണ് ഞാൻ പറയാം.